തീവ്രവാദികളാണ്. ഞങ്ങളപ്പോൾ എന്ത് ചെയ്യണം? ഞങ്ങൾ സ്ഥലവും വിറ്റ് വീടും വിറ്റ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് നാട് വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ പുനലൂർ സെന്റ് തോമസ് സ്കൂളിനെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത്രയും വലിയ ഒരു മാനേജ്മെന്റിനെതിരെയാണ് ഞാൻ ഇന്നിവിടെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നതും കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കാൻ പോകുന്നതും. കുറച്ച് സഹീല ഷാജഹാൻ, അതായത് പുള്ളിക്കാരി ഒരു ഇൻഫ്ലുവൻസറാണ്. പുള്ളിക്കാരിയുടെ മോൻ അതായത് സെയിൻറ്റ് തോമസ് സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരിയുടെ മോൻ ഉണ്ടായ ഒരു അനുഭവം, പുള്ളിക്കാരി ആ സ്കൂളിൽ വെച്ച് നടന്നൊരു സംഭവം പുള്ളിക്കാരി എക്സ്പോസ് ചെയ്തൊരു വീഡിയോ പോലെ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഈ വീഡിയോ ഞാൻ ആദ്യം കണ്ടായിരുന്നു. കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഈ വീഡിയോനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാ ആർഗ്യുമെൻറ്റ്സിനും ഒരു രണ്ട് സൈഡ് ഉണ്ടാകും. ഒരു കോയിന് രണ്ട് വശം ഉണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാ സാധനത്തിനും രണ്ട് വശമുണ്ട്. അതിനുശേഷം ഞാൻ ഇവരുടെ ഫുൾ ഇത് കണ്ടതിന് ശേഷം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഇവർ പറഞ്ഞ ചില സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് ഇവർക്ക് എന്താ സംഭവം എന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവത്തില്ല. എനിക്ക് ചില സ്റ്റേറ്റ്മെൻറ്റ്സ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്തായാലും പുള്ളിക്കാരുടെ വീഡിയോയിലോട്ട് നമുക്ക് എന്തെങ്കിലും കിടക്കാം. എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ മക്കളെ, നിങ്ങളുടെ മക്കളെ, നിങ്ങൾ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന എത്രയോ പേരൻസ് ഉണ്ട്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഒന്ന് അടുത്ത് വിളിച്ചിരുത്തി എഴുതിപ്പിച്ച് നോക്കുക. ഒരു ഇംഗ്ലീഷ് സെന്റൻസ്, ഒരു പാരഗ്രാഫ് നിങ്ങളുടെ മക്കൾ എഴുതുന്നുണ്ടോ? മലയാളം സെന്റൻസ് പാരഗ്രാഫ് ആക്കി നിങ്ങളുടെ മക്കൾ എഴുതുന്നുണ്ടോ എന്ന് നോക്കണം. പക്ഷെ അങ്ങനെ എഴുതാത്ത എത്രയോ കുട്ടികൾ അവിടെ എക്സാമിന് ഫുൾ മാർക്ക് മേടിക്കുന്നു, പ്രോഗ്രസ് കാർഡിൽ മാർക്ക് കിട്ടുന്നു. അപ്പം നമുക്കറിയാം നമ്മുടെ മക്കൾ എത്രത്തോളം പഠിക്കുന്നുവെന്ന്. പിന്നെ എങ്ങനെയാണ് ആ പരീക്ഷയിൽ മക്കൾ ഫുൾ മാർക്ക് മേടിക്കുന്നത്? ഇംഗ്ലീഷ് സെന്റൻസ് ഫുള്ളായിട്ട് ഒരു പാരഗ്രാഫ് എഴുതാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് അതേ പാരഗ്രാഫ് എക്സാമിന് എഴുതി വെക്കുന്നത്? എങ്ങനെയാണ് അവർ മാർക്ക് മേടിക്കുന്നത്? അവരെടുത്ത ക്വസ്റ്റിന് അതുപോലെ തലേന്ന് ട്യൂഷൻ ക്ലാസ് എന്ന വ്യാജേന, റെമഡിയൽ ക്ലാസ് എന്ന വ്യാജേന ബോർഡിൽ എഴുതിയിട്ട് കൊടുക്കുകയാണ്. അതേ എക്സാമിന് വരുന്ന അതേ ക്വസ്റ്റ്യനുകൾ കുഞ്ഞുങ്ങൾ ഫുൾ മാർക്ക് മേടിക്കുന്നു. അപ്പോൾ ഞാനടക്കമുള്ള വിഡ്ഢിയായ പേരൻസ്, ഞാനടക്കമുള്ള വിഡ്ഢിയായ രക്ഷകർത്താക്കൾ വിചാരിക്കുന്നത് നമ്മുടെ മക്കൾ വലിയ പഠിത്തമാണെന്ന്. എനിക്ക് സ്റ്റാർട്ടിങ് തന്നെ പറയും, ഈ പുള്ളിക്കാരി ഫസ്റ്റ് ഉണ്ടാക്കിയൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് റെമഡിയൽ ക്ലാസ് എന്ന വ്യാജേന അതായത് സ്റ്റുഡൻസിന് നേരത്തെ ക്വസ്റ്റ്യൻസ് തലേന്നേ കൊടുക്കുന്നു. ഒന്നാമത്തെ കാര്യം, പുള്ളിക്കാരി ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ CBSE സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ CBSE സ്കൂളിൻ്റെ ഒരു വർഷം ഞാൻ പറഞ്ഞുതരാം. CBSE സ്കൂള്, ICSE, ഈ ഗവൺമെൻറ് സ്കൂൾ, മറ്റേ നോർമൽ നമ്മുടെ സ്റ്റേറ്റ് സിലബസ്, സ്റ്റേറ്റും CBSEയും രണ്ടും ആനയും ആടും തമ്മിൽ വ്യത്യാസമാണ്. CBSEയും ICSEയും ഇതും വേറെ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ CBSEയും സ്റ്റേറ്റുമായിട്ട് ഒരിക്കലും കമ്പയർ, അതിൻ്റെ ഇത് ടൈപ്പേ വേറെ. ഇനി ഈ പുള്ളിക്കാരി ഗവൺമെൻറ് സ്കൂളിലെ സ്റ്റേറ്റ് സിലബസിലാണ് പഠിച്ചത്. അപ്പോൾ CBSEയിലോട്ട് വരുന്ന സമയത്ത് ഈ റെമഡിയൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ, ഈ പുള്ളിക്കാരി റെമഡിയൽ ക്ലാസ് എന്ന വ്യാജേന പിള്ളേർക്ക് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ റെമഡിയൽ ക്ലാസ് എന്ന് പറഞ്ഞ ഇത് എന്തിനാണെന്നറിയോ? അതായത് ഞാൻ CBSE പഠിച്ചുകൊണ്ട് ഞാൻ ഈ റെമഡിയൽ ക്ലാസ് കോച്ച് LKG തൊട്ട് കാണുന്നൊരു സാധനം എന്ന് വെച്ചാൽ, റെമഡിയൽ ക്ലാസ് എന്ന് പറഞ്ഞ സാധനം, അതായത് ഈ പഠിക്കാൻ ഇച്ചിരി മോശമുള്ള പിള്ളേർക്ക്, അതായത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായുള്ള പിള്ളേർക്ക്, അവരെ ഈ മിസ്സന്മാർ എക്സ്ട്രാ ക്ലാസ് എന്ന് പറഞ്ഞ് ക്ലാസ്, അതായത് സ്കൂൾ ഇപ്പോൾ 3 മണിക്ക് കഴിയുകയാണെങ്കിൽ ഒരു 4 മണി ഒരു മണിക്കൂർ എക്സ്ട്രാ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇവരെ ഇരുത്തും പഠിപ്പിക്കാനായിട്ട്. ആ പഠിപ്പിക്കുന്ന സമയത്ത് ഇപ്പോൾ എക്സാമിനൊക്കെ സമയമാണെങ്കിൽ ഇവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊടുക്കും. അത് ഈ സെൻറ്റ് തോമസ് എന്നല്ല, ഈ കേരളത്തിലുള്ള എല്ലാ CBSE സ്കൂളിലും നടക്കുന്ന ഒരു സംഭവമാണ്. അത് റെമഡിയൽ ക്ലാസ്സിൽ നടക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഒരു 20 ക്വസ്റ്റ്യൻ കൊടുക്കും ഇവർക്ക്. ആ 20 ക്വസ്റ്റ്യൻ ഒരു 8 മാർക്ക്, ഒരു 8 ക്വസ്റ്റ്യൻസ് എങ്കിലും എക്സാമിന് വരുന്നൊരു ഷുവർ ക്വസ്റ്റ്യൻസ് വരും, അതിനകത്ത് കൊടുക്കും. പക്ഷേ ഇതിനകത്ത് വ്യക്തമായ ഒരു കാര്യം ടീച്ചേഴ്സ്മാർ നേരത്തെ പറയും. അതായത് നിങ്ങൾ ഈ എഴുതുന്ന 8 ക്വസ്റ്റ്യനും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, അതിന് ഇത്രയും പെർസെൻറ്റേജ് പിടിച്ചിട്ട് ഇടുകയുള്ളൂ. അതായത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 5 മാർക്ക് ഇട്ടാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന 3 മാർക്ക് എടുത്തുള്ളൂ. ഇല്ലെങ്കിൽ ബാക്കിയുള്ള സ്റ്റുഡൻസ് അൺഫെയർ ആയി പോകത്തില്ലേ? അതുകൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ മിസ്സുമാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അതിപ്പോൾ ഒരു കൊച്ച് ഫുൾ 5 മാർക്കിന് എഴുതി കഴിഞ്ഞാൽ തന്നെ ആ കൊച്ചിന് ചിലപ്പോൾ 3 മാർക്ക് കിട്ടത്തുള്ളൂ. അതിൻ്റെ ഇത്രയും പെർസെൻറ്റേജ് പിടിച്ചിട്ട് കിട്ടത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇല്ലെങ്കിൽ ബാക്കിയുള്ള പിള്ളേർക്ക് അൺഫെയർ ആയി പോകത്തില്ല. അതുകൊണ്ട് ഇവരെ ഈ റെമഡിയൽ ക്ലാസ് എടുത്ത് ഈ ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ, ഈ പിള്ളേരെ ഒന്ന് പാസ്സാക്കി എടുക്കുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, ബാക്കിയുള്ള പാരൻസ് വിഡ്ഢിയായി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങളൊരു കാര്യം കൂടെ മനസ്സിലാക്കാം. ബാക്കി പഠിക്കാൻ കഴിവില്ല, അതായത് പുറകോട്ടായിരിക്കുന്ന പിള്ളേർക്കും അവിടെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതായത് അവരുടെ പിള്ളേരും ഇതേപോലെ പാസ്സാവണമെന്നുണ്ട്. ക്വസ്റ്റ്യൻസ് നേരത്തെ ലീക്കാക്കി എന്ന് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, LKG തൊട്ട് 9ാം ക്ലാസ് വരെ ബോർഡ് എക്സാംസ് അല്ല. ബോർഡ് എക്സാംസിനാണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ഒക്കെ ചെയ്യുന്നത്. ബോർഡിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത് 10th തൊട്ട്. അല്ലാണ്ട് 9th വരെ സ്കൂളാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ സ്കൂളിൽ ആ ടീച്ചർ, ഇപ്പോൾ ഇംഗ്ലീഷ് ടീച്ചറിന് അധികാരമുണ്ട്, ഏത് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടണമെന്ന് അധികാരമുണ്ട്. അത് ഇംഗ്ലീഷ് ടീച്ചറിൻ്റെ ഇതാണ്. അത് ആ പഠിപ്പിക്കുന്ന ഇംഗ്ലീഷ് ടീച്ചറാണ് നിശ്ചയിക്കുന്നത് ഇന്ന ക്വസ്റ്റ്യൻസ് ഇടണം. എന്നാൽ ഇത് എല്ലാ CBSEയിലുള്ള, എനിക്കിത് ധൈര്യമായിട്ട് പറയാനുള്ള കാരണം, ഞാൻ CBSE പഠിച്ചിട്ടുള്ള, ഞാൻ വർഷങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരു ആചാരമാണ് ഈ റെമഡിയൽ ക്ലാസ് എന്ന് പറഞ്ഞ സാധനം.
ഈ റെമഡിയൽ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നത് കോമൺ ആണ്. അത് ഈ സെയിൻറ്റ് തോമസ് എന്നല്ല, എല്ലാ റെമഡിയൽ ക്ലാസ് എന്ന് പറഞ്ഞിരുത്തുന്നതും ഈ പിള്ളേർക്ക് കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് റെമഡിയൽ ക്ലാസ് എന്ന് പറഞ്ഞിരുത്തുന്നത്. അതിൽ ചില ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കൊടുക്കും. പക്ഷേ ആ ക്വസ്റ്റ്യൻസ് കൊടുക്കുന്ന സമയത്ത് മാർക്സ് അതിൻ്റെ ഇത്രയും പെർസെൻറ്റേജ് പിടിച്ചിട്ടാണ് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് അറിയാൻ വയ്യായിട്ടൊന്നും, നിങ്ങൾ ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ സിസ്റ്റം അറിയാത്തതുകൊണ്ടാണ്. അത് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇത് നിങ്ങളുടെ വീഡിയോ ഏകദേശം 2 ലക്ഷം 3 ലക്ഷം പേര് അടുപ്പിച്ച് കണ്ടു. അപ്പോൾ അവർക്ക് കുറേ പേർക്ക് അത് മനസ്സിലായിട്ടില്ല. ഈ റെമഡിയൽ ക്ലാസ് എന്ന് പറയുന്നത് ചുമ്മാ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ട് ഇങ്ങനെ ലീക്ക് ചെയ്ത് ബാക്കിയുള്ള പിള്ളേരെ ചതിക്കുന്നതാണോ എന്നൊരു ഇതുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ക്ലാരിഫിക്കേഷൻ ആയിട്ടാണ് ഞാൻ പറയുന്നത്. എന്തായാലും ബാക്കിയും കൂടെ കാണാം. സ്കൂളിൽ 10 വർഷം പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ്. 2 വർഷം ശ്രീനാരായണ ട്രസ്റ്റിലുമാണ് ഞാൻ പഠിച്ചത്. നമ്മൾ സർക്കാർ സ്കൂളുകളിൽ പഠിച്ചവരാണ്. അന്നത്തെ അതനുസരിച്ച് മലയാളം മീഡിയത്തിൽ പഠിച്ച നമുക്കൊക്കെ ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് പാരഗ്രാഫ് കാണുമ്പോൾ ഓടുവാണ് ഗൂഗിളിലോട്ട് നമ്മൾ സെർച്ച് ചെയ്യാൻ അതിൻ്റെ അർത്ഥം എന്താണെന്ന്. അപ്പോൾ അങ്ങനെ ഒരു ഗതികേട് നമ്മുടെ മക്കൾക്ക് വരരുത്. ഒരു 7ാം ക്ലാസ് വരെ എങ്കിലും അവരൊരു CBSE പഠിച്ചോട്ടെ. അപ്പം നല്ലപോലെ ഇംഗ്ലീഷ് നമ്മൾ പറയുമ്പോൾ വിൽക്കുകയാണ് ഇംഗ്ലീഷ്. മക്കളെയും വിളിച്ചുകൊണ്ട് ഞാൻ പോയേനെ. ഈ പറയുന്ന പോലെ പൊന്നൂസും ഇംഗ്ലീഷ് പാരഗ്രാഫുകൾ അത്യാവശ്യം നമ്മൾക്ക് അറിയാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ടാലൻറ്റ്. പക്ഷെ ഞാൻ നോക്കുമ്പം കുഞ്ഞിനെ എഴുതാൻ അറിയാത്ത കാര്യങ്ങൾ വരെ എക്സാമിന് എഴുതി പരീക്ഷയ്ക്ക് മാർക്ക് മേടിക്കുന്നു. ഇങ്ങനെ പല കുഞ്ഞുങ്ങളെ പേരൻസ് നമ്മുടെ അടുത്ത് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഞാൻ എൻ്റെ മക്കളുടെ ഭാവി ഓർത്ത് എൻ്റെ കുഞ്ഞുങ്ങളെയും TC മേടിച്ച് ഞാൻ ഒരു വഴി. പുള്ളിക്കാരി പറയുന്നത് വെച്ചാൽ പുള്ളിക്കാരെ കൊച്ച് 7ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ കണ്ട പഠിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരെ കൊച്ചിന് ഇംഗ്ലീഷ് പറയാൻ അറിയത്തില്ലെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം CBSE സ്കൂളിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ LKG തൊട്ട് ഒരു 10ാം ക്ലാസ് വരെ, അതായത് കമ്പൾസറി ആയിട്ട് ഇംഗ്ലീഷ് നമ്മൾ സംസാരിച്ചിരിക്കണം. അതായത് CBSE സ്കൂളിലുള്ളൊരു നിയമമാണ്. അതായത് നമ്മൾ മലയാളത്തിൽ നമുക്ക് സ്കൂളിൽ സംസാരിക്കാൻ പറ്റത്തില്ല. അത് അറിയുമെന്ന് എനിക്കറിയത്തില്ല, ഇവർക്ക് അറിയുമെന്ന് എനിക്കറിയത്തില്ല. സ്കൂളിൽ നമ്മൾ എപ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കണം. അതാണ് ഈ CBSE സ്കൂളിലെ മിക്ക പിള്ളേർക്കും, CBSE പഠിച്ചിറങ്ങുന്ന മിക്ക പിള്ളേർക്കും മലയാളം എഴുതാൻ അറിയാൻ പറ്റത്തില്ലായിരിക്കും. മലയാളം എഴുതാനും വായിക്കാനും പാടായിരിക്കും CBSE പഠിച്ചിറങ്ങുന്നത്. അതാണ് മിക്ക CBSE പിള്ളേർക്കും മലയാളം എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ട് വരുന്നത്. ഞാൻ പറഞ്ഞ ഇംഗ്ലീഷ് അറിയാൻ പാടില്ലെന്നല്ല, പക്ഷേ ഇംഗ്ലീഷ് കുറച്ചും കൂടെ അവർക്ക് ഈസിയർ ആയിരിക്കും. അതായത് CBSE പഠിച്ചിറങ്ങുന്ന പിള്ളേർക്ക്, അതായത് LKG തൊട്ട് അവരുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത്, LKG തൊട്ട് അവരുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത്, അവർ പഠിപ്പിച്ചെടുക്കുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ് മെയിനായിട്ടുള്ള ലാംഗ്വേജ്. പിന്നെ അവരെ മെയിനായിട്ട് അവരടുത്ത് പറയുന്നത് വെച്ചാൽ ഇംഗ്ലീഷ് കമ്പൽസറി ആണ്, മലയാളം വാക്കുകൾ യൂസ് ചെയ്യില്ല. അപ്പോൾ ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മലയാളം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും പണിഷ്മെൻ്റ് ഉണ്ട്, ഇത്രയും ഇമ്പോസിഷൻ ചെയ്തെന്ന് പണിഷ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ആ പണിഷ്മെൻറ്റ് പേടിച്ചുകൊണ്ട് നമ്മൾ എല്ലാ കാര്യത്തും, അതായത് സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ യൂണിഫോം ഇട്ട് സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷേ സംസാരിക്കാൻ പാടുള്ളൂ. അത് CBSEയുടെ റൂളാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കൊച്ചിന് എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ അത്രയ്ക്ക് വീക്കായിരിക്കണം. അതായത് ABCD പോലും അറിയാത്തൊരു കൊച്ചിന് മാത്രമേ അങ്ങനെയല്ല. അല്ലാണ്ട് CBSE പഠിക്കുന്ന ഒരു കൊച്ചിന്, നോർമലായിട്ടുള്ളൊരു കൊച്ചിന് ഒരു ഇംഗ്ലീഷ് കണ്ടു കഴിഞ്ഞാൽ, അത് 2ാം ക്ലാസ്സിലാണെങ്കിൽ ഒരു 3ാം ക്ലാസ്സിലായിക്കോട്ടെ, ജസ്റ്റ് വായിക്കാനൊക്കെ അറിയാം, എഴുതാനും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലെന്നല്ല, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ കാണും. പക്ഷേ ആ എഴുതാനുള്ളൊരിത് എന്തായാലും CBSE പഠിച്ച പിള്ളേർക്കുണ്ടാവും. തീരെ ഭയങ്കര പഠിക്കാത്ത പിള്ളേർക്ക് മാത്രമേ 2ാം ക്ലാസ്സിൽ പോലും വായിക്കാൻ പറ്റാത്ത പിള്ളേർ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നോർമലി CBSE പഠിച്ചത്, CBSE എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേറ്റിൽ നമുക്ക് മലയാളം യൂസ് ചെയ്യാം, മലയാളം സംസാരിക്കാം, മലയാളം മീഡിയം ആയതുകൊണ്ട് നമുക്ക് മലയാളം സംസാരിക്കാം. പക്ഷേ ഇതിൽ നമുക്ക് മലയാളം സംസാരിച്ചാൽ പണി കിട്ടും. കൊച്ചിലെ തൊട്ടുള്ള CBSE പഠിച്ചിറങ്ങിയ ചില പിള്ളേർ നിങ്ങൾക്ക് അറിയാം. ഞാൻ CBSE പഠിച്ചുകൊണ്ട് എനിക്ക് വ്യക്തമായി അറിയുന്നുണ്ട്. ഞാൻ കുറേ വേറെ സ്കൂളിൽ പഠിച്ചുകൊണ്ട് എനിക്ക് ഓരോ സ്കൂളിലെ നിയമങ്ങൾ അറിയാം. അപ്പോൾ അവിടെ എന്തുമാത്രം സ്ട്രിക്റ്റ് ആണെന്ന് എനിക്ക് വ്യക്തമായി അറിയാം. ICC ഇതിനേക്കാൾ സ്ട്രിക്റ്റാണ്, CBSEനേക്കാൾ സ്ട്രിക്റ്റും മറ്റേ സബ്ജക്ട്സും കുറച്ചും കൂടെ ടഫറാണ്. അതായത് ICSEയിൽ ഒരു 70% കിട്ടുകയാണെങ്കിൽ CBSEയിൽ ഒരു 95% കിട്ടുന്നതിന് തുല്യമാണ് ICSEയിൽ 70. ICSEയിൽ 70 എന്നൊക്കെ പറഞ്ഞ്, ICSEയിലൊക്കെ 80-90 എന്നൊക്കെ പറഞ്ഞ് മറ്റേ CBSEയിലൊക്കെ 100 ആ ടൈപ്പ് ലെവലാണ് നിൽക്കുന്നത്. എന്നുവെച്ചാൽ ആ ഡിഫറൻസ് ഉണ്ട്. സ്റ്റേറ്റിൽ നമുക്ക് 11th 12th കമ്പൈൻ ചെയ്തിട്ടായിരുന്നു. അപ്പോൾ സ്റ്റേറ്റും CBSEയും ICSEയും എല്ലാം ഡിഫറൻറ്റാണ്. ഈ യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു സംഭവം വരും. യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറയുന്ന സംഭവം വരുമ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങൾ പോയി പേര് കൊടുക്കും. ആ പേര് കൊടുക്കുന്നത് ഹൗസ് ബേസ് അനുസരിച്ചിട്ട് കുഞ്ഞുങ്ങളെ 2-3 ആഴ്ച മുമ്പേ പാടിപ്പിച്ച് നോക്കിയിട്ട് ഇവർ അതിൽ നിന്നൊരു 10-15 പിള്ളേരെ അവർ സെലക്ട് ചെയ്യും. അതിൽ സെലക്ട് ചെയ്യുന്നത് മൊത്തം ആ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ കൊച്ചുമക്കളോ അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ മക്കളോ അതല്ലെങ്കിൽ അവരോട് ചേർന്നിരിക്കുന്ന പേരൻസിന്റെ മക്കളോ ആണ്. 1-2 മാസം കുത്തിയിരുന്ന് ഇംഗ്ലീഷിന്റെ പിന്നെ റെസിറ്റേഷൻ, ഹിന്ദി റെസിറ്റേഷൻ, മലയാളം കവിതയും പഠിച്ചുകൊണ്ട് പോകുന്ന കുഞ്ഞുങ്ങളെ ഇവർ സെലക്ട് ചെയ്യത്തില്ല. എന്നിട്ട്
ഞാൻ എൻ്റെ മോനൂട്ടനും പൊന്നൂസും കവിത മലയാളം റെസിറ്റേഷനും പിന്നെ ഇംഗ്ലീഷ് റെസിറ്റേഷനൊക്കെ പറയാൻ പോയി ഇരുന്ന സമയത്ത് ഞാൻ അത്ഭുതപ്പെടുവാണ്. ARM പാട്ടാണ് പാടുന്നത്, അങ്ങ് വാന കോണില്. ഇതിനൊക്കെയാണ് സമ്മാനം കൊടുക്കുന്നത്. കവിതയൊക്കെ 1 മാസം പഠിച്ചുകൊണ്ട് പോയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊന്നും ഒരു വിലയും കൊടുക്കുന്നില്ല. 2 മാസം മുമ്പ് അല്ലെങ്കിൽ രണ്ടാഴ്ച മുമ്പേ കുഞ്ഞുങ്ങളെ പാടിപ്പിച്ച് നോക്കുന്നു. ആ സമയം ഈ സ്റ്റേജിൽ കയറി 10-15 മിനിറ്റ് മിണ്ടാതെ നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ ആ കുഞ്ഞുങ്ങളെയൊക്കെ എങ്ങനെ സെലക്ട് ചെയ്തെന്ന് ഞാൻ അന്തം വിട്ട് നോക്കിയിട്ടുണ്ട്. പഠിച്ച കുഞ്ഞുങ്ങളെ ലാസ്റ്റ് ഒരു ലൈൻ പറഞ്ഞില്ല എന്നുള്ള പേരിലൊക്കെ റിജക്ട് ചെയ്ത് കളയും കവിത പാടുന്ന കുഞ്ഞുങ്ങൾ. ഈ പറഞ്ഞ പുള്ളിക്കാരി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇത് കള്ളമാണെന്ന് എനിക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് ഈ CBSE പഠിച്ചിറങ്ങുന്ന പിള്ളേർക്ക് നിങ്ങൾക്ക് വ്യക്തമായി, അതായത് ഈ പഠിച്ച പിള്ളേർക്ക് വ്യക്തമായി അറിയാം. അതായത് ഞാൻ പഠിച്ച കാലഘട്ടത്തിലും ഈ പറഞ്ഞ പുള്ളിക്കാരി പറഞ്ഞ ഹൗസ് ബേസ്ഡ് ആണ്. റെഡ്, ബ്ലൂ, ഗ്രീൻ, അങ്ങനെ കുറേ ഞങ്ങളുടെ ഓരോരോ പേരുകളുണ്ട്. ഓരോ സ്കൂളിനും ഓരോ പേരുകൾ. ഇപ്പം ഞങ്ങളുടെ അവിടെയൊക്കെ റെഡിന് വേറെ എന്തൊക്കെ ഒരു സ്പൈക്കാർ റെഡോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് റെഡ്, അങ്ങനെ ഗ്രീൻ ഹൗസ് അങ്ങനെ പറഞ്ഞ് ആ ടേംസാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ 4-5 ഗ്രൂപ്പ് കാണും. നമ്മളെ ഇപ്പം നിങ്ങളുടെ ഇപ്പം ഇവരുടെ മോൻ 2ാം ക്ലാസ്സിലാണെന്ന് പറഞ്ഞു. ഈ 2ാം ക്ലാസ്സിലുള്ള ചെക്കൻ കയറുമ്പോൾ തന്നെ ഇവരുടെ ഇത് സെക്ഷൻസ് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യും. അതായത് പിള്ളേർ ഈക്വലായിട്ട് ഓരോ ഗ്രൂപ്പിൽ ഡിവൈഡ് ചെയ്യും. റെഡ്, ഗ്രീന്, യെല്ലോ, പർപ്പിൾ വെക്കാം. ഈ 3 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യും. നമ്മുടെ ആനുവൽ ഡേയോ അങ്ങനെ ഇങ്ങനത്തെ ഈവൻറ്റ്സ് ഒക്കെ വരുന്ന സമയത്ത് ഓരോ ഗ്രൂപ്പിലും ഹൗസ് ലീഡേഴ്സ് ഉണ്ടാവും. ഈ ഗ്രീനിൽ ഒരു ഹൗസ് ലീഡർ ഉണ്ടാവും, റെഡിന്, യെല്ലോയ്ക്കും, ഗ്രീനും എല്ലാതും ഓരോ ഹൗസ് ലീഡർ ഉണ്ടാവും. നമ്മളടുത്ത് മിസ്സുമാരെ ഒന്ന് ചോദിക്കും ഈ പാട്ടിന് ആരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ചോദിക്കും. നമുക്ക് പേര് കൊടുക്കാം. അതിന് യാതൊരു ഇതേപോലെ പാർഷ്വാലിറ്റി എന്ന് പറഞ്ഞ സാധനമൊന്നുമില്ല. ഈ ഗ്രൂപ്പിൽ അതിപ്പോൾ ഇപ്പോൾ ഒരു ടീച്ചറിന് ഫേവറേറ്റ് ഉള്ള സ്റ്റുഡൻറ്റ് റെഡിലാണെങ്കിൽ ആ റെഡിലുള്ള ഒരു സ്റ്റുഡൻറ്റിനെ എടുക്കാം. ഇത് ആർക്ക് ആ റെഡിലുള്ള ഏത് ആൾക്ക് വേണമെങ്കിലും എന്തും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അത് ഇങ്ങനെ ലിമിറ്റേഷൻസോ കാര്യങ്ങളൊന്നുമില്ല. ഇത് മറ്റേ ഇൻ്റർ സ്കൂൾ കോമ്പറ്റീഷൻ ഒന്നുമില്ല. അവിടെ ആനുവൽ ഡേയും ഇതും ഹൗസ് ഗ്രൂപ്പ്, അത് ഗ്രൂപ്പ് വൈസ് കോമ്പറ്റീഷനാണ്. അത് റെഡും ഇത് ആരുമായിട്ട് മത്സരിക്കുന്നത് വെച്ചാൽ ഈ റെഡിലുള്ള പിള്ളേർ ഈ പർപ്പിളായിട്ടായിരിക്കും മത്സരിക്കുന്നത്. ഈ പർപ്പിളുള്ള പിള്ളേർ ഈ ഗ്രൂപ്പ് തമ്മിലായിരിക്കും മത്സരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ഗ്രൂപ്പിൽ ബെസ്റ്റ് ആയിട്ടുള്ള പിള്ളേരായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, എല്ലാവരുടെയും പേര് കൊടുക്കാം. പിന്നെ പുള്ളിക്കാർ പറഞ്ഞു സ്റ്റേജിൽ കയറ്റി പാടിച്ചു നോക്കുന്നു. ഈ 2ാം ക്ലാസ്, ഈ 9ാം ക്ലാസ് വരെയുള്ള പിള്ളേർക്ക് എന്ത് മെച്യൂരിറ്റി, എന്ത് ധൈര്യമുള്ള, അതായത് സ്റ്റേജിൽ കയറുമ്പോൾ സ്റ്റേജ് ഫിയർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പിന്നെ പുള്ളിക്കാർ പറഞ്ഞു ഇവർ സെലക്ട് ചെയ്ത് വിടുന്ന പിള്ളേർ സ്റ്റേജിൽ കയറിയിട്ട് മിണ്ടാൻ നിൽക്കുന്നു. ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനും ഈ പാർട്ടിസിപ്പേഷനൊക്കെ കഴിഞ്ഞിട്ട് വരുന്നത് എനിക്ക് കുറേ കാര്യത്തിന് ഫസ്റ്റ് പ്രൈസ്, ഈ സ്റ്റോറി ടെല്ലിങ് മറ്റേ ഇതിനൊക്കെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചില പിള്ളേർ, എൻ്റെ ഗ്രൂപ്പിലുള്ള ചില പിള്ളേർക്കൊക്കെ സ്റ്റേജ് ഫിയർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് അവിടെ വെച്ച് നമ്മൾ പ്രാക്ടീസ് സെക്ഷൻ, അതായത് നമ്മൾ ഈ എല്ലാ ഗ്രൂപ്പിലും ഈ സ്കൂളിൽ നിന്ന് മാത്രമല്ല എല്ലാ സ്കൂളിലും നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അതായത് ഈ കൊച്ചു പിള്ളേർക്കൊക്കെ സ്റ്റേജ് ഫിയർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പോൾ ഇവർ ഈ പഠിച്ച സാധനങ്ങൾ സ്റ്റേജിൽ വന്നിട്ട് ഇതേപോലെ പ്രസംഗിക്കണം. ഇല്ലെങ്കിൽ ഇവരുടെ പ്രോഗ്രാം കുളമാവില്ല. കൊച്ചു പിള്ളേരാണ്, കുളമാക്കി വിടും. അല്ലെങ്കിൽ എന്തൊക്കെയാണ് മണ്ടത്തരങ്ങളാണ് പറയുന്നതെന്ന് അറിയാത്തില്ല. അതുകൊണ്ട് ഇവർ നേരത്തെ പ്രാക്ടീസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവർക്ക് സ്റ്റേജിൽ ഇന്ന ഗ്രൂപ്പിൽ നിന്ന് ഇന്ന ആളെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പ്രാക്ടീസ് സെക്ഷൻ പോലെ കൊടുക്കും. പക്ഷേ ആ സമയത്ത് ഈ സ്റ്റേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആരും കാണത്തില്ല. സ്റ്റേജിൻ്റെ അവിടെ ആരും ഇല്ല. അപ്പോൾ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് ചില പിള്ളേരൊക്കെ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഒരു തെറ്റും കൂടാണ്ട് ഫുൾ രീതിയിൽ സംസാരിക്കും. പക്ഷേ എപ്പോഴാണ് പണി കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോമ്പറ്റീഷൻ നടക്കുന്ന സമയത്ത് ഈ പിള്ളേരുടെ അപ്പനും അമ്മയും എല്ലാവരും വരും. കുറേ ഫുൾ എല്ലാ സ്കൂളിലുള്ള ബാക്കിയുള്ള പിള്ളേരൊക്കെ വന്നിങ്ങനെ ഇരിക്കും. അപ്പോൾ നല്ല ക്രൗഡും മൈക്ക് സ്പീക്കേഴ്സൊക്കെ ഓണായിരിക്കും. അപ്പോൾ നല്ല ബഹളവും ഇതുമൊക്കെ ഉണ്ടാവും. സ്കൂളിലുള്ള എല്ലാവരും നമ്മളെ തന്നെ നോക്കുന്നത്. അപ്പോൾ ചില പിള്ളേർക്ക് പഠിച്ച കാര്യം മറന്നു പോകും. അതിൻ്റെ പേരാണ് സ്റ്റേജ് ഫിയർ എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ കയറിയിട്ട് തുടക്കം തന്നെ മറന്നുപോയി 15 പേര് മിണ്ടായി താങ്ക് യു എന്ന് പറഞ്ഞ് പോകുന്ന എത്ര പേര് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് പോയിന്റ് വെച്ച് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് നോർമലി സ്റ്റേജ് ഫിയർ എന്ന് പറഞ്ഞ സാധനം എല്ലാ പിള്ളേർക്കും ഉള്ള ഈ പ്രാക്ടീസ് സെക്ഷൻ എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് ഈ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചിറങ്ങിയതുകൊണ്ട് ഇതിൻ്റെ CBSE സ്കൂളിൻ്റെ ഈ പരിപാടി, അതായത് നിങ്ങളുടെ സർക്കുലറും ബാക്കിയുള്ള നോർമലായിട്ടുള്ള നടക്കുന്ന കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ബാക്കിയുള്ളവർ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ നിന്ന് പറഞ്ഞ്, അതായത് ആ സ്കൂളിനെ, അതായത് സെൻറ്റ് തോമസ് സ്കൂൾ ഞാൻ പഠിച്ച വേറെ സ്കൂളിലാണ്. ഞാൻ ആ ഏരിയയായിട്ട് യാതൊരു ബന്ധവുമില്ല. പുല്ലന്നൂരിലാണ് ഈ സ്കൂൾ നടക്കുന്നത്. ഞാൻ ഈ ഒരു പ്രൊമോഷൻ പോലെയോ അങ്ങനെ പോലെയോ ഒന്നുമല്ല ഞാൻ ചെയ്യുന്നത്. ഇവർ പറഞ്ഞ ചില കാര്യങ്ങൾ തെറ്റായതുകൊണ്ട്, തെറ്റാന്ന് എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് തെറ്റാന്ന് തോന്നി. അതുകൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. അതായത് യാതൊരു ബന്ധവുമില്ല. അതായത് ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് പാർഷ്വാലിറ്റി കാണിക്കേണ്ട യാതൊരു കാര്യം. ഇത് ഹൗസ് വൈസ് കോമ്പറ്റീഷനാണ്. അതായത് ഇത് വേറെ സ്കൂളുമായിട്ട് ഇപ്പോൾ ഇവർ സെലക്ട് ചെയ്യുന്നത് ഇതേപോലെ ബെസ്റ്റ് സെലക്ട് ചെയ്യുന്നവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻ്റർ സ്കൂൾ കോമ്പറ്റീഷൻ വരിക. അതായത് ഇവരുടെ സ്കൂൾ ഇപ്പോൾ സെയിൻറ്റ് തോമസ് ആണ്. ഈ സെയിൻറ്റ് തോമസ് വേറൊരു സ്കൂളുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും ഇവരുടെ കൂട്ടത്തിലുള്ള ബെസ്റ്റിനെ ചൂസ് ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം സ്കൂളിൻ്റെ അകത്തുള്ളവരെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പ് വൈസ് മത്സരിക്കുന്ന സമയത്ത് ഇവരൊരിക്കലും അത് നോക്കേണ്ട ആവശ്യമില്ല. ഇന്നേവരെ ചെയ്തിട്ടുമില്ല ഒരു CBSE സ്കൂളിലും.
ഇത് കാലാകാലങ്ങളായിട്ട് എല്ലാ CBSE സ്കൂളിലും നടക്കുന്ന ഒരു കാര്യമാണിത്. അതായത് ഹൗസ് വൈസ് കോമ്പറ്റീഷൻ എന്നാണ് പറയുന്നത്. ഹൗസ് വൈസ് കോമ്പറ്റീഷനാണ് നോർമലി ആനുവൽ ഡേക്കും മറ്റേ ഓരോരോ മെയിൻ ഈവൻസിലും നടക്കുന്ന കാര്യങ്ങൾ. ഇത് കോമൺ ആണ്. അപ്പോൾ ഇതിൽ പുള്ളിക്കാരി പറഞ്ഞതിൽ തെറ്റുണ്ട്. ആനുവൽസറി വരുമ്പോൾ സ്കൂൾ മാനേജ്മെന്റ് ആണ് ആനുവൽ ഡേ നടത്തേണ്ടത്. ഇത് ഒരു കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് 600 രൂപയാണ് ഫീസ് മേടിക്കുന്നത്. 600 രൂപ വാങ്ങുന്ന ഫീസിൽ 20 ലക്ഷത്തിന്റെ സ്റ്റേജ് ഒരുക്കുവാണെന്നൊരു വ്യാജേന ആനുവൽ ഡേ നടത്തും. വിഡ്ഢികളായ, ഞാൻ അടക്കമുള്ള വിഡ്ഢികളായ കുറേ പേരൻസ് നമ്മുടെ മക്കൾ മിനുക്ക് ഡ്രസ്സ് ഇട്ട് വരുമ്പോൾ പോയി നിൽക്കുവാണ്. ഒരു അകത്തിടുന്ന ഒരു ഡ്രസ്സ്, കറുത്ത ഫുൾ കൈ ഡ്രസ്സ്, പാൻറ്, ഇത് നമ്മൾ മേടിച്ചോണ്ട് പോകണം. ഇവർ തരുന്നത് 1200 രൂപ. നമ്മളൊരു ഡാൻസിന് പൈസ കൊടുക്കുവാണ്, കോസ്റ്റ്യൂമിന്. ഒരു മിനുക്ക് കോട്ടാണ് തരുന്നത്, 1200 രൂപ. പാട്ട് പാടാൻ വേണ്ടി 15 കുഞ്ഞുങ്ങളെ സെലക്ട് ചെയ്യും. അതിന് 800 രൂപ ഫീസാണ് മേടിക്കുന്നത് ഒരു ഫ്രോക്കിന്. ആ ഫ്രോക്കിന്റെ ബാക്ക് വശത്തെ പൈസ ഇവരെ ഇളക്കി കളഞ്ഞു, 460 രൂപ ഒരു ഫ്രോക്കിന്. പക്ഷെ താഴെ വന്ന പൈസ ഇവരെ ബില്ല് ഇളക്കി കളയാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ എൻ്റെ പൊന്നൂസിനെ ഒരുക്കുന്ന സമയത്താണ് ഇത് കണ്ടത്. 800 രൂപ ഒരു ഫ്രോക്കിന് മേടിച്ചു, 460 രൂപ ആയിട്ടുള്ളൂ. 15 കുട്ടികളുടെ അത് മേടിക്കുമ്പോൾ എത്ര രൂപ ലാഭം വരുന്നുണ്ട്? പിന്നെ പുള്ളിക്കാരി വേറെ പറഞ്ഞ ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ. ഇത് ആനുവൽ ഡേയിൽ പൈസ മേടിക്കുന്ന കാര്യം, ഡ്രസ്സിൻ്റെ കാര്യം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ ആനുവൽ ഡേയിൽ ഇതും കോമൺ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഓരോ ഫെസ്റ്റിവൽ നടക്കുന്നത്, അതായത് സ്പോർട്സ് ഫെസ്റ്റിവൽ, ആനുവൽ ഡേ ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത്, ഈ ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് നമ്മൾ ചെറിയ പെർട്ടിക്കുലർ നമ്മൾ ഒരു എല്ലാ സ്റ്റുഡൻസിൻ്റെയും ഇത്രയും രൂപ ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ നോർമലി മേടിക്കുന്നതാണ്. ഇതും കോമൺ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഈ പുള്ളിക്കാരിയുടെ കൊച്ചിൻ്റെ ഫോർക്കിന് എത്ര 400 1000 സംതിങ് രൂപ മേടിച്ചെന്ന് പറയുന്നുണ്ട് പുള്ളിക്കാരി. 800 രൂപയുടെ സാധനം 400 രൂപയുടെ സാധനം 800 രൂപ മേടിച്ചെന്ന് പറയുന്നുണ്ട്. ഞാനൊക്കെ നമ്മൾ ഗ്രൂപ്പ് സോങ്ങിനും മറ്റേതിനൊക്കെ പോകുന്ന സമയത്ത് നമ്മളോട് ഒരു ഡ്രസ് കോഡ് പറയും. അതായത് വൈറ്റ് കളർ ഡ്രസ്സ്, മറ്റേ ഈ വൈറ്റ് ഡ്രസ് ഷർട്ടും ബ്ലാക്ക് കളർ പാൻറ്റ്, ബ്ലാക്ക് കളർ ഷൂന്നും കമ്പൽസറി ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം ഒന്നെങ്കിൽ നിങ്ങളെ ഒരു കടയിൽ നിന്ന് മേടിക്കുക, നിങ്ങളെല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ട് പോയിട്ട്, മിസ്സുമാർ പറയുന്ന കാര്യങ്ങൾ, നിങ്ങളെല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ട് പോയിട്ട് ഒരു കടയിൽ നിന്ന് മേടിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവരുടെ വൈറ്റ് കളർ കുറച്ചും കൂടെ ഇതായിരിക്കും, ഭയങ്കര കളർഫുൾ ആയിരിക്കും, ചിലവരുടെ വൈറ്റ് കുറച്ച് ഡിമ്മായിരിക്കും. അത് വരാതിരിക്കാനായിട്ട് നമ്മുടെ മിസ്സുമാർ തന്നെ പറയും, നിങ്ങളെല്ലാവരും വൈറ്റ് ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ ഒരു കടയിൽ നിന്ന് തന്നെ ആ വൈറ്റ് ഡ്രസ്സ് എടുക്കുക. ഷൂ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു കടയിൽ നിന്ന് തന്നെ ഷൂ എടുക്കുക. അങ്ങനെ എടുക്കാൻ പറ്റാത്തവർക്ക് സ്കൂളുകാർ പറയും, ഞങ്ങൾ സെലക്ട് ചെയ്ത് ഇത്ര എമൗണ്ട് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് അറേഞ്ച് തരാമെന്ന് പറയും. അത് ഓപ്ഷനിലാണ്. പിന്നെ ഈ പുള്ളിക്കാരി പറഞ്ഞു ഇത് 800 രൂപ കൊടുത്ത് പുള്ളിക്കാരി ഫോർക്ക് എന്തോ മേടിച്ചെന്ന് പറയുന്നുണ്ട്. ഓക്കെ, സമ്മതിച്ചു. അതിന് നമ്മൾ സ്കൂളിൽ നിന്ന് മേടിക്കുന്ന എന്തൊരു സാധനം ആയിക്കോട്ടെ അതിന് റെസിപ്റ്റ് നമുക്ക് കിട്ടും, റെസിപ്റ്റ് തരും. മിസ്സുമാരാണ് നമുക്ക് ഈ സാധനം തരുന്നത്. മിസ്സുമാർ നമ്മുടെ ബുക്കിൽ പേരെഴുതി റോഹിൻ, മറ്റേ ഇപ്പോൾ നമ്മുടെ പേരാണെങ്കിൽ ഇപ്പോൾ എൻ്റെ പേര് റോഹിൻ, അപ്പോൾ എൻ്റെ പേര് റോഹിൻ 800 റുപ്പീസ് റിസീവ് എന്ന് പറഞ്ഞാൽ എഴുതി സൈൻ ചെയ്തിട്ട് നമുക്കൊരു റെസിപ്റ്റ് ഒരു സാധനം ഇത് വർഷങ്ങളായിട്ട് ഞാനൊക്കെ പഠിച്ച CBSE സ്കൂളിൽ തരുന്ന സാധനമാണ്. അല്ലെങ്കിൽ അവരൊരു ബുക്കിൽ രജിസ്ട്രാർ പോലത്തെ ബുക്കിൽ ഇത്രയും രൂപ കൈപ്പറ്റി എന്ന് പറഞ്ഞ് റോഹിൻ 800 രൂപ തന്നു, റിസീവ്ഡ് ഫ്രം റോഹിൻ എന്ന് പറഞ്ഞിട്ട് അവർ നമ്മളൊരു ബുക്കിൽ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കും. ഇല്ലെങ്കിൽ ആ പൈസ തന്ന ആരാന്ന് പറയും. ഇത് മിസ്സുമാർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ആരാണോ പൈസ കളക്ട് ചെയ്യുന്നത്, ഇപ്പോൾ മിസ്സുമാരാണെങ്കിൽ മിസ്സുമാർ പൈസ കളക്ട് ചെയ്യുന്നത്, അത് ഇങ്ങനെ നോർമലി സൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് സ്കൂളിൽ നിന്ന് മേടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന 400 രൂപ, പക്ഷേ ഇതിനകത്ത് പുള്ളിക്കാരി തെളിവായിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല. പുള്ളിക്കാരി ആ ഫോർക്കിൻ്റെ ഡീറ്റെയിൽസ് പുള്ളിക്കാരി തെളിവ് അല്ല, ഒരു പ്രൂഫ് എവിഡൻസ് പോലെ ഒന്നും തന്നിട്ടില്ല. പുള്ളിക്കാരുടെ സൈഡിൽ തന്നെ പറയുന്നു. ഇത് കഴിഞ്ഞിട്ട് സ്കൂളുകാർ ഒഫീഷ്യലായിട്ട് ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തും അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടില്ലെന്ന് അവർ സ്കൂളുകാരും പറയുന്നുണ്ട്. അപ്പോൾ സ്കൂളുകാരുടെ സൈഡിൽ നിന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അലിഗേഷൻ വരുന്ന സമയത്ത് ഈ പുള്ളിക്കാരി ഒരു തെളിവായിട്ട് കൊണ്ടുവരേണ്ട ഒരു ആവശ്യം പുള്ളിക്കാരിയുടെ സൈഡിൽ നിന്നുണ്ട്. അതായത് ഇതേപോലെ മേടിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണ്, പക്ഷേ സ്കൂളുകാർ പറഞ്ഞത് മേടിച്ചിട്ടില്ലെന്ന് പറഞ്ഞു ഒരു വീഡിയോ അവരുടെ യൂട്യൂബ് ചാനൽ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ മേടിച്ചിട്ടുണ്ടെങ്കിൽ, അതിപ്പോൾ 400 രൂപയുടെ സാധനം 800 രൂപ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഈ പുള്ളിക്കാരി വേറൊരു വീഡിയോയിൽ ഇതുപോലെ എക്സ്പ്ലനേഷൻ, ഇതാണ് എൻ്റെ മേടിച്ച ഫ്രോക്ക്, എനിക്ക് ഇത്രയും രൂപ ഇത് മേടിച്ചിട്ടെന്ന് പറഞ്ഞ് ഒരു എക്സ്പ്ലനേഷൻ പോലെ പുള്ളിക്കാരി കൊണ്ടുവരണമായിരുന്നു. അത് ഈ പുള്ളിക്കാരി ഇതിനകത്ത് കൊണ്ടുവന്നിട്ടില്ല. പുള്ളിക്കാരി സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ. സ്കൂൾ പർച്ചേസ് വീഡിയോ ഇട്ടതിൽ ടെക്സ്റ്റ് മേടിച്ചപ്പോൾ എത്ര രൂപയായെന്ന് ആൾക്കാർ കമൻറ്റ് ഇട്ടപ്പോൾ ഞാൻ കമൻറ്റിന് റിപ്ലൈ കൊടുത്തു. പൊന്നൂസിന് 4ാം ക്ലാസ്സിലോട്ടുള്ള കുഞ്ഞിന് 12,000 രൂപ, 9,000 രൂപയായി മോനുകുട്ടന് 2ാം ക്ലാസ്സിലുള്ള ടെക്സ്റ്റ് ബുക്ക്. അതിൽ പല ടീച്ചർമാരും പല CBSE പഠിപ്പിക്കുന്ന ടീച്ചർമാർ വന്ന് കമൻറ്റ് ഇടാൻ തുടങ്ങി, ഞങ്ങളുടെ സ്കൂളുകളിലൊന്നും ഇത്രയും പൈസ ഇല്ലെന്ന്. ഞാനുള്ള സത്യം പോലെയാണ് അത് കമൻറ്റ് ചെയ്തു, 11,000 രൂപ. അത് അവർക്ക് ഭയങ്കര പ്രശ്നമായി. ആ സ്കൂളിൽ ചേരാത്ത പല കുട്ടികളും അവിടെ വരാൻ പേടിക്കുമെന്ന്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിൻ്റെ ബുക്സിൻ്റെ വില 11,000 റുപ്പീസ്. ഞാൻ 2013-12 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, 2012 പഠിച്ച സമയത്ത് ടെക്സ്റ്റ് ബുക്കിൻ്റെ വില സ്കൂളിൽ നിന്ന് മേടിക്കുന്ന സമയത്ത് 4,500 രൂപയായിരുന്നു. 2012 4,500 രൂപയായിരുന്നു ടെക്സ്റ്റ് ബുക്സിൻ്റെയും വില CBSE സ്കൂളിൽ. അത് 2012-10 കാലഘട്ടത്തിൽ 4,500 രൂപ 2010 കാലഘട്ടത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇപ്പോഴത്തെ വാല്യൂ എത്ര എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി.
ഇനി ഈ പുള്ളിക്കാരി പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും പറയാം, CBSE സ്കൂളിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, CBSE സ്കൂളിൽ നിങ്ങൾ എന്ത് മാങ്ങാത്ത ഒരു സ്കൂളിൽ നിന്ന് മേടിച്ചാലും ഒരു ടെക്സ്റ്റ് ബുക്ക് ആയിക്കോട്ടെ, ബുക്ക് ആയിക്കോട്ടെ, നല്ല റേറ്റാണ്. ഓരോ ക്ലാസ്സിലും, അതായത് 1ാം ക്ലാസ് ആയിക്കോട്ടെ, 2ാം ക്ലാസ് ആയി 3ാം ക്ലാസ് ആയിക്കോട്ടെ, നമ്മൾ ഓരോ ക്ലാസ്സിൽ നിന്നും പഠിച്ചിറങ്ങുമ്പോഴത്തേക്കും നമുക്ക് ബുക്സിന് ഒരു ഓപ്ഷൻ അവർ തരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഏത് സ്കൂളിൽ നിന്ന് ബുക്സ് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് ഇതേ സാധനങ്ങൾ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ ചില പിള്ളേർക്ക്, ഇത് പാവപ്പെട്ട പിള്ളേരും ഉണ്ട് ഞങ്ങളുടെ സ്കൂളിൽ, അപ്പോൾ അവർക്ക് ഈ സ്കൂളിൽ നിന്ന് 4500 രൂപയ്ക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അവർ പുറത്തുനിന്ന്, അതായത് HNC എന്ന് പറഞ്ഞ സ്റ്റോറുണ്ട്, HNCയിൽ ഈ സെയിം CBSE സ്കൂളിലും മറ്റേ ഈ സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ പിള്ളേരെന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാർ അവർ നോട്ട്ബുക്സ് മാത്രം സ്കൂളിൽ നിന്ന് മേടിക്കും, അതിനുശേഷം ടെക്സ്റ്റ് ബുക്സ് ഒക്കെ ആഫ്റ്റർ മാർക്കറ്റ്. അപ്പോൾ ഇവർക്ക് ഒരു 3000 രൂപയ്ക്ക് നിൽക്കും, ഒരു 1500 രൂപ സ്കൂൾ ഡിഫറൻസ്, അതൊരു വ്യത്യാസമുണ്ട്. പക്ഷേ സ്കൂളിലെ ടെക്സ്റ്റ് ബുക്കിന് റേറ്റ് കൂടുതലാണ്. പക്ഷേ എല്ലാവരും മെനക്കെടുത്ത് വെച്ചാൽ ആ ഒരു പ്രിൻറ്റഡ് ഇത് കിട്ടാനായിട്ട് എല്ലാം ഒരുമിച്ച് ഒറ്റ ഇതിൽ കിട്ടത്തുള്ളൂ. നമുക്ക് സ്കൂളിലെ വ്യത്യാസം എന്ന് വെച്ചാൽ സ്കൂളിൽ നമുക്ക് എല്ലാ ടെക്സ്റ്റ് ബുക്ക് ഒറ്റയടിക്ക് കിട്ടും. പുറത്തുനിന്ന് മേടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വിലക്കുറവാണ്. പക്ഷേ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ മാത്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ചിലപ്പോൾ റെഡി ഉണ്ടാകത്തില്ല, ചിലപ്പോൾ ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് ബുക്ക് റെഡി. അപ്പോൾ എല്ലാം നമ്മൾ വേറെ വേറെ സ്ഥലത്തുനിന്ന് മേടിക്കണം, പക്ഷേ റേറ്റ് കുറവാണ്. ഇപ്പോൾ 4500 രൂപ ഇവിടെയാണെങ്കിൽ ഒരു 500 രൂപ, ഒരു 4000 രൂപ വ്യത്യാസം, ഒരു 500 രൂപ ഡിഫറൻസ് എന്തായാലും പുറത്തുനിന്ന് മേടിക്കുമ്പോൾ നമുക്ക് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ഇവർ വേറെ പുള്ളിക്കാരി പറഞ്ഞു വെച്ചാൽ ഇവരുടെ കമൻറ്റ് സെക്ഷൻ പറഞ്ഞു ഞങ്ങളുടെ സ്കൂൾ ഇത്ര റേറ്റ് ഇല്ലല്ലോ എന്നൊക്കെ പറയുന്ന അവർ. നമ്മളൊരു സ്കൂളിൽ ചേരുന്നതിന് മുന്നോട്ട് തന്നെ, ഏതൊരു സ്കൂളിൽ ചേരുന്നതിന് മുന്നേ അവർ പറയും നമ്മുടെ സ്കൂളിൽ ഡൊണേഷനും കാര്യങ്ങളും പറയും, സ്കൂളിൽ ടെക്സ്റ്റ് ബുക്സിന് ഇത്ര ഇതാണ്, പെർ ടേമിന് ഫീസ് ഇത്രയാണെന്ന് പറഞ്ഞ് ഇതൊക്കെ എഗ്രി ചെയ്തിട്ടാണ് നമ്മൾ കയറുന്നത്. നമ്മൾ പിള്ളേരെ ചേർത്ത് സൈൻ ചെയ്തിട്ട് പിന്നെ നല്ല റേറ്റാണ് പറഞ്ഞ് വീഡിയോ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. അത് CBSE സ്കൂളിലൊക്കെ നോർമലി ടെക്സ്റ്റ് ബുക്സിനും കാര്യങ്ങളൊക്കെ റേറ്റ് ആണ്. അങ്ങനെ ഇല്ലാത്തവർക്ക് അവിടെ നിന്ന് തന്നെ മേടിക്കണമെന്ന് യാതൊരു നിർബന്ധവും. അത് എല്ലാ സ്കൂളിലുള്ള ഇതാട്ടോ, ഇന്ന സ്കൂളിലൊന്നുമല്ല. പക്ഷേ നോട്ട്ബുക്സ്, നമ്മൾ എഴുതുന്ന നോട്ട്ബുക്സ് അവരുടെ തന്നെ സ്കൂളിലായിരിക്കണം, അത് കമ്പൽസറിയാണ്. അതേസമയം ടെക്സ്റ്റ് ബുക്സ് നമുക്ക് പുറത്തുനിന്ന് മേടിക്കാം. അത് ഒരിക്കലും അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് തന്നെ മേടിക്കുന്നത് യാതൊരു കമ്പൽസറി ആയിട്ട് യാതൊരു നിയമം നിങ്ങൾക്ക് പുറത്തുനിന്ന് മേടിക്കാം. ഇപ്പോൾ നിങ്ങളുടെ അവിടെ ഇപ്പോൾ നിങ്ങൾ പുനലൂരാണെങ്കിൽ പുനലൂരിൽ കിട്ടുന്ന CBSEയുടെ ടെക്സ്റ്റ് ബുക്സ് കിട്ടുന്ന കടയാണെങ്കിൽ, ആ സിലബസിൽ തന്നെയുള്ള ടെക്സ്റ്റ് ബുക്സ് കിട്ടുന്ന കടയാണെങ്കിൽ അവിടെ നിന്ന് മേടിക്കാം, യാതൊരു തെറ്റുമില്ല. അത് എല്ലാ CBSE സ്കൂളിലും അങ്ങനെയാണ്. പക്ഷേ നോട്ട്ബുക്സ് മാത്രം പ്രിൻറ്റഡ് ആയിട്ടുള്ള, അവരുടെ സെയിൻറ്റ് തോമസിൻ്റെ ആണെങ്കിൽ സെയിൻറ്റ് തോമസിൻ്റെ പ്രിൻറ്റഡ് ആണ്, ഞാൻ പഠിച്ച സ്കൂളാണെങ്കിൽ ഞാൻ പഠിച്ച പ്രിൻറ്റഡ് ആയിട്ടുള്ള നോട്ട്ബുക്സ് തന്നെ വേണമെന്നുണ്ട്. നോട്ട്ബുക്സ് എനിക്കൊന്ന് മാത്സിനൊരു നോട്ട്, ഇംഗ്ലീഷിന് നോട്ട്, അങ്ങനെ സെപ്പറേറ്റ് ഒരു 6 സബ്ജക്റ്റാണ്, 6 സബ്ജക്ട്സിനും 6 നോട്ട് ബുക്സ് ഉണ്ടാവും. ആ നോട്ട് ബുക്സ് മാത്രം മേടിക്കുക, അതിന് വലിയ റേറ്റ് ഉണ്ടാകത്തില്ല. 40 രൂപ 30 രൂപയുടെ നോട്ട് ബുക്സ് ഒക്കെ ആയിരിക്കും. ആ നോട്ട് ബുക്സ് മാത്രം സ്കൂൾ പ്രിൻറ്റഡ് ആയിട്ടുള്ള നോട്ട് ബുക്സ് മാത്രം കമ്പൽസറിയാണ്. അല്ലാത്ത പക്ഷം ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് പുറത്തുനിന്ന് മേടിക്കാം, അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തന്നെ മേടിക്കാൻ നിർബന്ധമില്ല. ഒരു വീഡിയോ കാണാനിടയായി. അതായത് നമ്മുടെ പുല്ലൂർ സെൻറ് തോമസ് സ്കൂളിൽ കുറിച്ച് അവിടെ വർഗീയതയാണെന്നും അവിടെ പഠിപ്പിക്കുന്നതിൽ മോശമാണെന്നും അവിടുത്തെ ഒരു പാരൻ്റ് തന്നെയാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടേക്കുന്നത്. ഒരു മണിക്കൂറോളം നീളുന്ന ഒരു വീഡിയോ ആയിരുന്നത്. അപ്പോൾ എനിക്കത് ഫുള്ള് കാണാൻ പറ്റിയില്ല, കുറച്ചൊക്കെ കണ്ടതിനുള്ള ഇതാണ് ഞാൻ പറയുന്നത്. ഞാനും ഒരു പാരൻ്റാണ്, ഞാനൊരു മുസ്ലിമാണ്. അപ്പോൾ എനിക്ക് അവിടെ ഒരു വർഗീയതയായിട്ടും എനിക്ക് അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. എനിക്കറിയാവുന്ന ടീച്ചേഴ്സ് ഉണ്ട് അവിടെ, പേഴ്സണലി എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, എൻ്റെ മോൻ അവിടെയാണ് പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വർഗീയതയായിട്ട് അവിടെ തോന്നിയിട്ടില്ല. പിന്നെ ഏത് സ്കൂളിലാണ്, ഏത് CBSE സ്കൂളിലാണ് ഫീസ് കുറവ്, അല്ലെങ്കിൽ ഒരു ആനുവൽ ഡേക്ക് ഇത്രയും പൈസ ഇല്ലാതെ 2000 രൂപയുടെ കുറഞ്ഞൊരു ഫീസും ഇല്ലാത്ത ഒരു സ്കൂളും ഇല്ല CBSE. Hi, my name is Saina. My child Arzu, she had completed her grade 2 at St. Thomas School, Punalur. And what we like about this school is the school really provides a very caring, supportive and nurturing environment that helps a child grow both personally and academically. നമസ്കാരം, എൻ്റെ പേര് ഷേർലി. ഇതെൻ്റെ മോളാണ് സാൻഡ്രിയ തോമസ്. പുനലൂർ HSS സെൻറ് തോമസ് സ്കൂളിൽ 4th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻ്റ് ആണ്. സ്കൂളിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. മോള് 1ാം ക്ലാസ് മുതലാണ് സ്കൂളിൽ പോയി തുടങ്ങിയത്. ഇപ്പോൾ 4th സ്റ്റാൻഡേർഡ് വരെ ആയി. ഈ 4 വർഷത്തോളം സ്കൂൾ ടീച്ചേഴ്സും മോളെ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചേഴ്സ് ആയാലും സ്കൂൾ മാനേജ്മെൻറ്റ് ആയാലും ഒത്തിരി സപ്പോർട്ട് തന്ന് മോളുടെ വളർച്ചയ്ക്ക്. ഇപ്പം ഞാൻ കാണിച്ചത് അവിടെ പഠിച്ചിറങ്ങിയ ചില വിദ്യാർത്ഥികളുടെ, അതായത് അവരുടെ പാരൻസിൻ്റെ വീഡിയോസാണ് ഞാൻ കാണിച്ചത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ട്, അതായത് ഒരു സൈഡിൽ ഒരു കോയിന് 2 വശം ഉണ്ടാവും. അതായത് ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ട്, നെഗറ്റീവ് സൈഡ് ഉണ്ട്. രണ്ടും കേട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. എനിക്ക് ഇവരുടെ ഇത് ഫുൾ കണ്ടപ്പോഴത്തേക്കും എനിക്കിത് പേഴ്സണലി റിലേറ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ CBSEയിൽ നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് വ്യക്തമായി അറിയാം. ഈ റെമഡിയൽ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് കൊടുക്കുന്ന കാര്യം, ഇതൊക്കെ നോർമലായിട്ടുള്ള നടക്കുന്ന കാര്യങ്ങൾ. പഠിക്കാൻ പാടുള്ള പിള്ളേർക്ക് അതിനാണ് റെമഡിയൽ ക്ലാസ് എന്ന് പറഞ്ഞ് വെക്കുന്നത്. അപ്പോൾ ഇത് എന്താണെന്നറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അത് ഈ റെമഡിയൽ ക്ലാസ് എന്താണെന്നും ഈ ടെക്സ്റ്റ് ബുക്സിന് ഇത്ര റേറ്റുള്ള കാര്യവും
ടെക്സ്റ്റ് ബുക്ക് നമുക്ക് പുറത്തുനിന്ന് മേടിക്കാം, നിർബന്ധമൊന്നുമില്ല അവിടെ നിന്ന് തന്നെ മേടിക്കുമെന്ന്. ഇതൊക്കെ ഉള്ള അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്തിട്ട് പിന്നെ ഇതേപോലെ നമ്മൾ പരാതിയും പറഞ്ഞ് വരുന്നതിൽ യാതൊരു കാര്യമില്ല. പിന്നെ ഈ പുള്ളിക്കാരിയുടെ സെക്കൻഡ് വീഡിയോയിൽ ഈ സ്കൂളുകാർ ആരോ ഈ പുള്ളിക്കാരി പോലീസുകാരെയൊക്കെ കൊണ്ട് തെറി വിളിപ്പിക്കുന്നതായിട്ട് ഒരു ഇത് കണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പുള്ളിക്കാരിയുടെ കൂടെയാണ്. പുള്ളിക്കാരി അത് ശരിക്കും പറഞ്ഞാൽ അവർ ചെയ്തത് ഭയങ്കര വലിയ തെണ്ടിത്തരമാണ്. നിങ്ങൾ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഇനി ശരിക്കും പറഞ്ഞാൽ അതൊരു കേസായിട്ട് ലീഗലായിട്ട് മൂവ് ചെയ്യുക. നിങ്ങൾ ലീഗലി മൂവ് ചെയ്യണം. അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ഫോണിൽ വിളിച്ച് തെറി വിളിച്ചു, നിങ്ങൾ ആ സ്കൂളിനെതിരെ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞ് നിങ്ങളൊരു വീഡിയോ ചെയ്തു, സ്കൂളുകാർക്ക് അത് ഇഷ്ടപ്പെടും, സ്കൂളുകാർ അതിന് ഓപ്പോസിറ്റായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ഫോൺ വിളിച്ച് തെറി വിളിക്കുന്നതൊക്കെ ഭയങ്കര കുറ്റകരമായുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ അതിന് വെച്ചാൽ നിങ്ങൾ ലീഗലി മൂവ് ചെയ്യുക. നിങ്ങളുടെ പരാതി എന്തൊക്കെയാണെന്ന് വെച്ചാൽ ലീഗലി മൂവ് ചെയ്യുക. എന്തായാലും ഈ വീഡിയോ കണ്ടവർക്ക് ഞാൻ അതായത് ഈ വീഡിയോ എനിക്ക് ആദ്യം കണ്ടപ്പോഴത്തേക്കും ചിലവർക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും എന്താ ക്ലാരിറ്റി, എന്താ സംഭവം എന്ന് മനസ്സിലാവും. CBSE സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാകാത്തവർക്ക് ചിലവർക്ക് വേണ്ടിയിട്ട് ഞാൻ CBSE പഠിച്ചിറങ്ങിയോണ്ട് എനിക്ക് വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇത് കുറച്ച് പേർക്കെങ്കിലും കണക്റ്റ് ആയെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക.